എൻ്റെ പേര് ഡോണ ഡേവിസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഫസ്റ്റ് അമ്മ മാതാവിൻ്റെ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ സാക്ഷ്യം ആദ്യമായിട്ട് ഞാൻ പറയണത്, ഞങ്ങൾക്കൊരു വീടിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീടിന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ അപ്പനും അമ്മയും 30 വർഷത്തോളം ബാംഗ്ലൂരിലുള്ളവരായിരുന്നു. അപ്പോൾ ഒരു വീടില്ലാത്തതിൻ്റെ വിഷമം ഒരുപാട് ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ നിൽക്കാതെ ഞങ്ങളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വീട് ഞങ്ങൾക്ക് ഓക്കെ ആയിട്ട് കിട്ടി. അപ്പം ആ വീടിന് അവർ പറഞ്ഞിരുന്നത് 55 ലക്ഷം രൂപയിലായിരുന്നു ഞങ്ങൾ ഉറപ്പിച്ചത്. അപ്പം അവിടെ ഒരു ഞങ്ങൾക്ക് സ്ഥലമുണ്ടായി. അപ്പോൾ ആ സ്ഥലം വിറ്റ് 25 ലക്ഷം രൂപയോളം നമ്മൾ ആ ആൾക്ക് കൊടുത്തിരുന്നു. അപ്പം ഞങ്ങൾ കൊടുത്തതൊക്കെ ക്യാഷായിട്ടായിരുന്നു. ഏറ്റവും വലിയ തെറ്റ് അത് ക്യാഷായിട്ട് കൊടുത്തു എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ 25 lakhs rupees അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ലോക്ക്ഡൗൺ വന്നപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളായില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് ലോൺ എടുത്ത് കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ നടക്കാണ്ടായപ്പോൾ അവിടെ രജിസ്ട്രേഷൻ നടക്കാണ്ടായപ്പോൾ 1.5 years ആയിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ നടക്കാണ്ടായിട്ട് പിന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു. അപ്പോൾ ഈ 1.5 വർഷം ഞങ്ങൾ കണ്ടത് അതിൻ്റെ ഓണറിനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഓണറിന് സുഖമില്ല, ത്രോട്ട് ക്യാൻസറാന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ അയാളുടെ വൈഫ് മാറ്റി നിർത്തിയേച്ചും പിന്നെ വൈഫായിരുന്നു ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾറെഡി 1.5 year ആയി 25 lakhs കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഓണറിനെ 1.5 year ആയിട്ട് കണ്ടിട്ടില്ല. അത് പിന്നെ ഞങ്ങൾ പോയപ്പോഴൊക്കെ ആ വൈഫ് ഞങ്ങളെ ഓരോന്ന് പറഞ്ഞേച്ച് ഇങ്ങനെ പറഞ്ഞു വിടും. 1.5 വർഷം 6 മാസം കഴിഞ്ഞിട്ട് വായോ, 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഹസ്ബൻഡ് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിടുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്കത് ഉറപ്പായി അവർ നമ്മളെ കളിപ്പിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴി പോവാം, നിയമപ്രകാരം പോകാമെന്നുള്ള രീതിയിൽ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവർ ഞങ്ങളെക്കാളും മുന്നേ ഒരു ലോയറിനെ നിർത്തിയേച്ചും അവർ ഞങ്ങൾക്ക് എതിരെ തിരിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 25 lakhs rupees കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലോയർ അവിടെ നിന്ന് പറഞ്ഞത് വെറും 9 lakhs rupees അവർ തന്നിട്ടുള്ളൂ എന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആകെ ഇനി വേറെ വഴിയില്ല എന്നായി. അപ്പോൾ അവർ എല്ലാത്തിനും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പോലീസുകാരും പറഞ്ഞു, നിങ്ങൾ കോർട്ട് അനുസരിച്ചൊക്കെയാണ് പോകണമെങ്കിൽ ഈ കാലത്തൊന്നും നിങ്ങളുടെ കാശ് കിട്ടില്ല, അതിനും നല്ലത് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ മിണ്ടി സെറ്റിലാക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കേട്ട് ഇങ്ങനെ പോന്നു. പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അവിടെ ഹെഡായിട്ടുള്ള ആൾക്കാർ ത്രൂ നോക്കി. പക്ഷെ അവരും പറയണത് അറിയില്ല, കാരണം നിങ്ങൾ ഇങ്ങനെ 25 lakhs rupees കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് റിട്ടണിലാണ് നിങ്ങൾ അഗ്രിമെൻ്റ് എഴുതിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രൂഫില്ല, പറ്റില്ല എന്നൊക്കെ ഒരുപാട് അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ ആകെ ഡിപ്രഷനിൽ ഇങ്ങനെ ഫാമിലി ഫുള്ള് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിന് ഇറ്റലിയിലേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടി. അവൾ ആഗ്രഹിച്ചതായിരുന്നു. അവൾ അങ്ങനെ പോയി. അവിടെ പോയപ്പോൾ അവിടെ വെച്ചാണ് അവളൊരു ചേച്ചീനെ കണ്ടുമുട്ടി. ആ ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 2 തവണയൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിങ്ങളിങ്ങനെ കൃപാസനം പള്ളിയിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി, നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റും എന്ന് ആ ചേച്ചി പറഞ്ഞു എൻ്റെ സിസ്റ്ററിനോട്. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനം പള്ളിയിൽ April 1st weekലാണ് ഞാനിവിടെ പള്ളിയിലോട്ട് വന്നത്. ഒരുപാട് വിഷമങ്ങളായിട്ടായിരുന്നു ഈ പള്ളിയിലേക്ക് വന്നത്. എന്നിട്ട് ഇവിടെ വന്ന ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ എഴുതി വെച്ച ആദ്യത്തെ സാക്ഷിയായിരുന്നു ഞങ്ങളുടെ ഈ വീടിൻ്റെ കാര്യം. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ, ഉണ്ടായ ഒരു സ്ഥലം കൊടുത്താണ് ഈ വീട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കാൻ വെച്ചത്. ഇപ്പം കാശും ഇല്ല, വീടും ഇല്ലാത്ത അവസ്ഥയാണ് പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് എന്നെ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോണ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, April 1st ഞാൻ വന്നേക്കണേ, April 28th ഉള്ളിലായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ആ വീട് ഇല്ലെങ്കിൽ ആ കാശ് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തന്നെ, ഇനി വിഷമിക്കാൻ വയ്യ. അപ്പോഴേക്കും 2 വർഷത്തോളം ആയിട്ടുണ്ടായി. 2 വർഷമായിട്ട് ഞങ്ങൾ വിഷമിക്കണാണെന്നൊക്കെ പറഞ്ഞു. മാതാവിനോട് ഒരുപാട് വിഷമിച്ച് തന്നെ പറഞ്ഞേച്ചാണ് ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി അടുത്ത ദിവസം തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. ആ ഓണറിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഇവിടുന്ന് എനിക്ക് കിട്ടിയ കാശ് രൂപവും തൈലവും ഉപ്പും ആയിട്ടായിരുന്നു ഞാൻ എൻ്റെ മമ്മിയും കൂടിയും പോയത്.
അത് കഴിഞ്ഞ് അവിടെ പോയി 2 വർഷമായിട്ട് ആ ഓണറിനെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ പോയി ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആ ഓണർ അവരുടെ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളെ കണ്ട അപ്പം തന്നെ അയാൾ തിരിച്ച് മേലെ വീട്ടിലേക്ക് ഓടിപ്പോയി ഉള്ളിൽ കയറുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ 2 വർഷമായിട്ട് കാണാൻ പറ്റാത്ത ആ ഓണറിന് ഇവിടെ വന്ന് ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപവും കൊണ്ടുപോയി ആ ആളെ കാണാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് ആ പുള്ളിക്കാരോട് മിണ്ടി, വൈഫിനോട് മിണ്ടി. അപ്പോഴും പുള്ളിക്കാർ പറയുന്നത് ഇല്ല, ഹസ്ബൻഡിന് സുഖമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളിങ്ങനെ വീട്ടിലിങ്ങനെ വിഷമത്തോട് തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ആ ഫ്രണ്ടിനെ മാതാവ് വിട്ടതാണെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ വന്നേച്ച് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഒന്നുകൂടി നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വേറൊരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. അയാൾ ത്രൂ ഈ ഞങ്ങൾക്ക് ബിൽഡിംഗ് എന്ന ഓണറിനോട് മിണ്ടി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ പറഞ്ഞ വിലയ്ക്ക് തന്നെ ഡീൽ ചെയ്തേച്ചും അവർ തന്നിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് April 28 വേണ്ടിയായിരുന്നു. പക്ഷേ April 29 ഞങ്ങളുടെ വീടിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അമ്മ മാതാവ് മാധ്യസ്ഥ നിന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ OET എക്സാം ആയിരുന്നു. ഞാൻ 2 times OET എക്സാം എഴുതിയിരുന്നു. അപ്പോഴൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. ലിസ്ണിങ്ങും റീഡിങ്ങും എനിക്ക് ഭയങ്കര പാടായിരുന്നു. റീഡിങ് സ്പെഷ്യലായിട്ട് ഭയങ്കര പാടായിരുന്നു. അത് OET എഴുതണ എല്ലാവർക്കും അറിയാം, ടഫസ്റ്റ് മോഡ്യൂളാണ് റീഡിംഗ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 2 times ഞാൻ എഴുതി. അപ്പോഴും 2 മോഡ്യൂൾ കിട്ടിയില്ലെങ്കിലും റൈറ്റിങ്ങും സ്പീക്കിങ്ങും കിട്ടും എന്നുള്ളൊരു കുഞ്ഞൊരു വിശ്വാസം എനിക്കുണ്ടായി. മാതാവ് ഉള്ളതും കൊണ്ട് കിട്ടും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 2 അറ്റംപ്റ്റ്സിൽ എനിക്ക് കിട്ടിയില്ല. 2 കിട്ടുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 3rd time ഞാൻ ഈ September 28 ഞാൻ എഴുതി. അപ്പോൾ ഈ 2 times എഴുതിയപ്പോഴും അത്ര പാടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ ഒരു കുഞ്ഞു കോൺഫിഡൻസ് ഉണ്ടായത്. അപ്പോൾ 3rd time ഞാൻ എഴുതിയപ്പോൾ ഞാൻ ഭയങ്കര ടഫായിരുന്നു. 4 മോഡ്യൂൾസും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലിസ്ണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ള 3 ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയ, മാതാവ് ഇനി ഒരിക്കലും ഈ OETൻ്റെ പേരും പറഞ്ഞ് പഠിക്കാനുള്ള ഇട വരുത്തല്ലേ അമ്മയെന്നും പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിച്ചാൽ പോയേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ അവരെല്ലാവരും എൻ്റെ മുഖത്തിൽ ഇങ്ങനെ മുന്നിൽ വന്നു പോവായിരുന്നു എക്സാമിൻ്റെ പേരും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. April 28 ഫസ്റ്റ് ലിസണിങ് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ലിസണിങ് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഒരിക്കലും കേൾക്കാത്ത ഒരു കണ്ടീഷനും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്നാലും B സ്കോർ കിട്ടാനുള്ള ഒരു ഇതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായപ്പോൾ റീഡിങ് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ കരുതി അപ്പം ഇനി റീഡിങ് കിട്ടാൻ പോണില്ല എന്നുള്ള, ആകെ തളർന്നു, കിട്ടില്ല, ഈ തവണയും പോയി എന്നുള്ള രീതിയിൽ തന്നെ റീഡിങ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ പാർട്ട് Aയും പാർട്ട് Bയും തീർത്തു. പാർട്ട് C ആണ് ഏറ്റവും പാടുള്ള മോഡ്യൂള്. അപ്പം അങ്ങനെ പാർട്ട് C വന്നപ്പോൾ അതിനകത്ത് 2 ടെക്സ്റ്റ് കൂടിയും ചേർത്ത് 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 16 ക്വസ്റ്റ്യൻസോളം ഉണ്ടായി. അപ്പോൾ ഞാൻ എല്ലാ തവണയും ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ബി എന്നുള്ള ഓപ്ഷനിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തവണ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ടെക്സ്റ്റ് വായിക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒന്നും നോക്കാണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈ പറയണ എല്ലാവരുടെ മുഖം എൻ്റെ മുന്നിൽ പോവുക, തോറ്റു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചും ഞാൻ എല്ലാം ഈ 16 ക്വസ്റ്റ്യൻസിനും ഞാൻ C എന്നുള്ള ഓപ്ഷൻ തന്നെ മാർക്ക് ചെയ്തു. 16 ക്വസ്റ്റ്യൻസിനും ഞാൻ C തന്നെ എഴുതിയ. ഞാൻ വായിച്ചത് എന്തോ ടെക്സ്റ്റ്, പക്ഷെ എഴുതിയത് എല്ലാത്തിനും ഞാൻ C തന്നെ മാതാവിനെ വിളിച്ചേച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ റീഡിങ് കഴിഞ്ഞു. റീഡിങ്ങും ലിസണിങ്ങും അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ തോക്കുമെന്നുള്ളത് ഉറപ്പായപ്പോൾ ഞാൻ റൈറ്റിംഗ് അവർ തന്നപ്പോൾ റൈറ്റിങ്ങും അത്യാവശ്യം നല്ല പാടായിരുന്നു. ഒരിക്കലും കാണാത്ത രീതിയിലത്തൊക്കെ ആയിരുന്നു തന്നിരുന്നത്. നോൺ കേസാണോ അൺനോൺ ആണോ ഒന്നും മനസ്സിലാവേണ്ടായില്ല. പിന്നെ എൻ്റെ ടെൻഷനും ഉണ്ടായി. ഞാൻ പെൻസിലെടുത്ത് ഞാൻ എഴുതാൻ പോകുമ്പോൾ എൻ്റെ കൈ ആകെ തളരണ പോലെയായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. എന്ത് എഴുതണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം ഒന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഞാൻ എഴുതും മാക്കിയും അങ്ങനെ ഒരു 15 മിനിറ്റ്സോളം ഞാനിങ്ങനെ എഴുതി മാച്ചും തന്നെ സമയം തീർന്നു. ഞാൻ എൻ്റെ ചുറ്റിനും നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് എഴുതുകയാണ്.
അപ്പം ഞാൻ ലാസ്റ്റിൽ സമയം എന്തോ എഴുതി വെക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി റൈറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് കഴിഞ്ഞ് സ്പീക്കിങ്ങിന് കയറി. അപ്പം ഞാൻ ഡേറ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവ് കാണുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അമ്മ മാതാവ് വില തണ്ടെന്നാണെങ്കിൽ എനിക്ക് തന്നെ OET എക്സാമിൽ സ്പീക്കിങ്ങിന് ഞാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളം മാതാവ് എനിക്ക് കാണിക്കണം. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ മാതാവിൻ്റെ പേരിൻ്റെ സ്റ്റാർട്ടിങ് ഒരു പേരായാലും മതി, എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണം, എൻ്റെ കൂടെ മാതാവ് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പീക്കിങ്ങിന് പോയി. റൂമിൽ കയറിയപ്പോൾ എനിക്ക് ഉണ്ടായ എൻ്റെ ഓപ്പോസിറ്റ് സ്പീക്ക് ചെയ്യാനുണ്ടായ ആൾ ഇൻ്റർലോക്കേറ്റർ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഡ്രസ്സിലായിരുന്നു വന്നത്. അപ്പോൾ ഗ്രേ അല്ല, ലൈറ്റ് ബ്ലൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒന്നെങ്കിൽ ബ്ലൂ ഇല്ലെങ്കിൽ ഗ്രേ, ഏതെങ്കിലും ഒരു കളർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ബ്ലൂ കളർ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് വന്നു. വേറെ 3 പോയാലും വേണ്ടിയില്ല, ഇതെന്നുള്ള രീതിയിൽ കോൺഫിഡൻസോടുകൂടി ഞാൻ അവിടെ സ്പീക്കിങ്ങിന് കയറി. പക്ഷേ എനിക്ക് തന്ന ക്യൂ കാർഡിലുള്ള കാര്യങ്ങൾ എക്സാക്റ്റായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്താണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഞാൻ സ്പീക്ക് ചെയ്തു, എന്താണ്ടൊക്കെ അവരെന്നോട് ചോദിച്ചതിനും ഞാൻ എന്തൊക്കെയോ റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞ് അങ്ങനെ സ്പീക്കിംഗ് കഴിഞ്ഞ് വന്നു. സെപ്റ്റംബർ 28 ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് OET എക്സാമിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞത് ഒക്ടോബർ 15 ആയിരുന്നു. അപ്പം അങ്ങനെ ഒക്ടോബർ 15 എൻ്റെ റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിരുന്നു. കാരണം ഈ 2 അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. പക്ഷേ ഇതിൽ ടഫസ്റ്റ് മോഡ്യൂൾ എൻ്റെ കൂടെ പഠിച്ചെഴുതി വന്നവരൊക്കെ പുറത്ത് തലയ്ക്ക് കൈയും വെച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര പാടായെന്ന് പറഞ്ഞ് വിഷമിച്ച്, ഞാനും വിഷമിച്ച് തന്നെയാണ് വന്നത്. എന്നിട്ടും അപ്പോൾ റിസൾട്ട് പബ്ലിഷിംഗ് ഡേറ്റ് ഒക്ടോബർ 15 ആയിരുന്നു. അപ്പോൾ ആ ഡേറ്റിന് വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എൻ്റെ കഴിവാൽ എനിക്ക് പാസ്സാവാൻ പറ്റില്ല, കാരണം ഒട്ടും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എങ്ങനെ പാസ്സാക്കിത്താന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ. 95% എൻ്റെ കഴിവാൽ എനിക്ക് പാസ്സാവാൻ പറ്റില്ല ഈ എക്സാം. 5% ഞാനത് അമ്മ മാതാവിന് വിട്ടേക്കുക, മാതാവിന് ഞാൻ പാസ്സാവണം, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ അറിയാം. അങ്ങനെ ഒരുപാട് മാതാവിനോട് പരാതി പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് സാംസ് 100 കിട്ടണേ, താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടണേ. അപ്പോൾ അധികമൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത എക്സാം ആയിരുന്നു ഇത്. അങ്ങനെ റിസൾട്ട് വന്നു. ഇന്നലെ 10 മണിയായപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. എനിക്ക് അയർലാൻഡ് സ്കോർ കിട്ടിയിട്ടുണ്ടായി. പക്ഷേ ഇത് എങ്ങനെയാണ് കിട്ടിയെന്നൊന്നും എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ല. മാതാവ് തന്നതല്ലാണ്ട് എൻ്റെ കഴിവ് ഇതിലൊന്നിലും ഇല്ല. കാരണം അത്രത്തോളം കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ പാസ്സാവൂല എന്നുള്ളത്. കാരണം എനിക്കറിയാം ഞാൻ എന്താണ് എഴുതിയെന്നുള്ളത്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞാൻ ഈ എക്സാം പാസ്സായത്. അയർലാൻഡ് സ്കോറെങ്കിലും കിട്ടി ഞാൻ പാസ്സായേക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. അപ്പം ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശിരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. മാതാവിൻ്റെ ഉപ്പ് ഞാനിങ്ങനെ ടിഷ്യൂലാക്കി പോക്കറ്റിൽ വെച്ചിരുന്നു. ഞാൻ ഓരോ മോഡ്യൂൾ എഴുതി കൊടുത്തപ്പോഴും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. മാതാവിനെ എന്നെ പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ എന്നെ പാസ്സാക്കി തായോ എന്നും പറഞ്ഞും ഞാൻ ഓരോ മോഡ്യൂൾ അവർക്ക് ഹാൻഡ് ഓവർ പേപ്പർ കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മഹത്വത്തിനായി യേശുവിൻ്റെ നാമത്തിൽ എന്നെയും അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് പറഞ്ഞാണ് ഓരോ മോഡ്യൂളും ഞാൻ കൊടുത്തു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞ മാതിരി അയർലാൻഡ് സ്കോർ കിട്ടി. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ ഫാദറിന് ഡാഡിക്ക് ഇങ്ങനെ കാലിൽ ഭയങ്കരമായിട്ട് ചൊറിയുക, പൊട്ടുക, അത് പൊട്ടി ഇങ്ങനെ ചോര വരിക, പസ് വരിക, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുന്നവർക്കും ഒരു ഇഷ്ടമില്ലായ്മയും പിന്നെ നമുക്ക് ഭയങ്കര വേദന അനുഭവിക്കലൊക്കെയായിരുന്നു. കണ്ടു വെക്കുമ്പോൾ ഒരു വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെന്നും വൈകുന്നേരം പ്രാർത്ഥിക്കും. ഇവിടുന്ന് പോയി 2ാമത്തെ ഉടമ്പടിയൊക്കെ പുതുക്കി ഞാൻ ഇവിടുന്ന് പോയി വൈകുന്നേരം കൊന്ത കഴിയുമ്പോൾ ഡാഡിയും കൂടി ഇരുന്ന് കൊന്തയൊക്കെ എത്തിച്ച് വിശ്വാസ പ്രമാണം നല്ല ഭക്തിയിൽ എന്നെ പ്രാർത്ഥിച്ച് എൻ്റെ ഫാദറിൻ്റെ കാലിൽ മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മാതാവ് എൻ്റെ അപ്പൻ്റെ ഈ കാലിൻ്റെ ഈ ചൊറിയും കടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു 2 to 3 weeks പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു 2-3 ആഴ്ചയുടെ ഉള്ളിൽ കാലിൻ്റെ എല്ലാ ഈ ചൊറിയണതും കടിക്കണത് എല്ലാ ഇഷ്യൂസും മാറി. ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്, പക്ഷേ അല്ലാണ്ട് ആ പണ്ടത്തെ മാതിരി ഒരു കുഴപ്പമില്ല. അതായിരുന്നു എൻ്റെ 3ാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ, എൻ്റെ പേപ്പൻ, അപ്പോൾ പുള്ളിക്കാരന് കുറച്ച് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് കിഡ്നീന് കുഴപ്പങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ICUയിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാണാൻ പോയപ്പോൾ ഞാൻ പേപ്പന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും ഞാൻ കൈ പിടിച്ച്
എൻ്റെ മാതാവേ ഈ പേപ്പനൊന്നും വരുത്തരുത്, ഞങ്ങൾക്ക് എന്തൊരാവശ്യം ഉണ്ടായാലും വിളിച്ചാൽ ഓടി വന്ന ആളാണ് ഈ പേപ്പൻ, ഒരു ആപത്തും വരുത്താതെ തിരിച്ച് ഞങ്ങൾക്ക് തന്നെയെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അതുമാതിരി തന്നെ ഒരാഴ്ചയിൽ പേപ്പൻ ഒരു കുഴപ്പമില്ലാണ്ട് അമ്മ മാതാവിൻ്റെ സഹായത്താൽ തിരിച്ച് ലൈഫിലോട്ട് വന്നു. അതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ ഭക്തി വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഇത്രത്തോളം അല്ല. എന്ന് പറഞ്ഞാൽ എന്നും പ്രാർത്ഥനയ്ക്ക് പോകണം, സൺഡേ ഉള്ള പ്രാർത്ഥന തന്നെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. എന്നാൽ വിശ്വാസമുണ്ട്, മടിയുണ്ട്, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഈ ഉടമ്പടിയിൽ ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, എന്നും കൊന്ത എത്തിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് ആവണ രീതിയിലൊക്കെ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ആവണ രീതിയിലൊക്കെ ഇല്ലാത്തവർക്ക് സഹായം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഇപ്പം എനിക്ക് വർക്കൊന്നുമില്ല, അപ്പം അതനുസരിച്ചുള്ള കാശിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് ആവണ രീതിയിൽ ഞാൻ ആവണ രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് കിട്ടുന്ന പത്രം ഇവിടുന്ന് പോയി എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോണത്. അപ്പം അങ്ങനെ ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 16-ാം തിരുവചനങ്ങൾ 16-17 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ഇരിക്കും. ഇവിടെ തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം തൻ്റെ പേരൻസിനില്ല. ഏകദേശം എത്ര വർഷമായി അവർ റെൻറ്റിന് താമസിക്കുന്നു, ഇതൊക്കെ ഈ മകൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോഴാണ് സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നതും, എന്നാൽ ആ പൈസ ഇവർ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 2 വർഷത്തോളം അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് കേരളത്തിൽ നമ്മുടെ ആലപ്പുഴയിൽ ഈ കൃപാസന ആലയമുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇറ്റലിയിൽ ഉടമ്പടിയെടുത്ത ഒരു മകള് പറയേണ്ടി വന്നു. അതായത് നാം കൃപാസനത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് ലോകമെമ്പാടും ഇന്ന് ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. തൻ്റെ ചേച്ചി ഇറ്റലിയിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ട രീതിയിൽ അമ്മ മാതാവ് ഇടപെടും എന്ന് ഈ കുടുംബം അറിയുന്നതും. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തങ്ങൾക്ക് 2 വർഷമായിട്ട് ഹൗസ് ഓണറെ പോലും കാണാൻ പറ്റാതിരുന്നതിന് വന്ന മാറ്റം, അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് എത്ര പെട്ടെന്നാണ് 1 മാസം ഉടമ്പടി എടുത്ത് 90 ദിവസത്തിൻ്റെ 1 മാസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷനൊക്കെ നടന്ന് ആ കാര്യങ്ങളെല്ലാം ക്ലിയറായി ഇവരുടെ പൈസ നഷ്ടമാകാതെ 25 ലക്ഷം രൂപയാണ്. അത് നഷ്ടമാകാതെ ഇവർക്ക് വേണ്ട രീതിയിലെല്ലാം കാര്യങ്ങൾ ലഭിക്കുകയാണ്. പിന്നീട് തൻ്റെ OET, അതിനുണ്ടായിരുന്ന പല തടസ്സങ്ങൾ, അതുപോലെ പിന്നീട് തൻ്റെ ഫാദറിൻ്റെ രോഗസൗഖ്യവും മറ്റ് ഒരു ബന്ധുവായ പേപ്പൻ്റെ രോഗസൗഖ്യവുമൊക്കെ ഈ മകൾ പറഞ്ഞു. താൻ എങ്ങനെയാണ് തൻ്റെ വ്യക്തി ജീവിതം മാറിയത്, ആ വ്യക്തി ജീവിതം മാറുന്നതിന് തന്നെയാണ് നമ്മുടെ വിശുദ്ധീകരണം. അതാണ് ഈശോ ആഗ്രഹിക്കുക. അമ്മയും അതുതന്നെയാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക. നാം വ്യക്തികൾ മാറുമ്പോൾ അത് കുടുംബത്തിലേക്കുള്ള മാറ്റമാകും. കുടുംബം മാറുമ്പോൾ സമൂഹം മാറും. സമൂഹം മാറുമ്പോൾ രാജ്യത്തിലേക്ക് ആ നന്മകൾ മാറുകയാണ്. അതുകൊണ്ടാണ് കൃപാസന സ്ഥാപിതമായത് തന്നെ വ്യക്തികളുടെ ജീവിത നവീകരണത്തിലൂന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദിയായിട്ടാണ് കൃപാസന സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, അതിലൂടെ ദൈവം പ്രസാദിക്കുന്നു. ദൈവം പ്രസാദിച്ചതിൻ്റെ നന്മകളാണ്, കൃപകളാണ് പിന്നീട് നമുക്ക് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളായിട്ടൊക്കെ നമുക്ക് ലഭിക്കുക. ഇന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും തൻ്റെ ഇനി
മുമ്പോട്ടുള്ള ജീവിതമൊക്കെ ഓരോരുത്തരും വളരെ വ്യക്തമാണ് അവരുടെ സാക്ഷ്യത്തിൽ. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴിങ്ങനെയാണ്, ഇനി മുമ്പോട്ട് ഞങ്ങൾ വളരെ വ്യക്തതയുള്ളവരാണ്. അതായത് കർത്താവുമൊത്തുള്ള ഒരു ജീവിതത്തിന് ഒരു തീരുമാനമെടുക്കുന്നു. അതാണ് നമുക്ക് ഉടമ്പടിയുടെ പ്രത്യേകതയായിട്ട് ലക്ഷ്യമായിട്ട് തന്നെ കർത്താവിനോടൊത്തുള്ളൊരു ജീവിതം, അതിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ മാറ്റുന്ന ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് തന്നെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. അമ്മ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ലഭിക്കുക. അത് കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടി. അങ്ങനെ ഇന്ന് ഈ കുടുംബത്തെ എല്ലാ രീതിയിലും സംരക്ഷിച്ച് ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കുമെന്നും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ആയിരിക്കും. അതായത് ദുരിതങ്ങളിൽ നിന്നാണ് ജോബിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ മാറ്റം വരുന്നത്. അതുതന്നെയാണ് ഇന്ന് ഓരോ കുടുംബങ്ങളിലേക്കും സംഭവിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.